Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewellery's Jewel House, Jewel Junction, Payyannur. Arabian Jewelers, Payyannur and Trikkaripur. Kalarakal's Gold Park, Payyannur. White House, National Highway, Chiruvuttur and Chullikara. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. 2 പതിറ്റാണ്ടുകൾ പിന്നിട്ട മേരി മാത ഇംഗ്ലീഷ് സ്കൂൾ പിലാത്തറ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളുമുള്ള പാലേതാണ് ജനതാ പാൽ, ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം. ബാഗ് ബസാർ, എബോ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ഇസ ടിമ്പേഴ്സ്, വെള്ളാപ്പ്, തൃക്കരിപ്പൂർ. ടീ ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ് നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന് ആവേശോജ്വല സമാപനം. കലാശക്കൊട്ടിനിടെ പഴയങ്ങാടിയിൽ സംഘർഷം. പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. BJP അനുഭാവികളുടെ വീടുകളിൽ കയറിയുള്ള UDFന്റെ വ്യാജ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. UDFന് വോട്ട് മരിക്കുന്നതിന് BJPയുമായി രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് UDFുകാരുടെ കള്ളപ്രചരണമാണെന്ന് BJP നേതൃത്വം. രാജ്മോഹൻ ഉണ്ണിത്താനെ രാജധാനി എക്സ്പ്രസിൽ തിരിച്ചയക്കുന്ന വിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് P. കരുണാകരൻ MP. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ പലയിടങ്ങളിലും കൂട്ടിയിട്ട മൺകൂനകൾ അപകടങ്ങൾ വരുത്തിവെക്കുന്നു. അപകടങ്ങൾ പെരുകുമ്പോഴാണ് അധികൃതരുടെ ഈ നിസ്സംഗത. വേനൽ കനത്തതോടെ കഞ്ഞിക്കടകൾ സജീവമായി. ഭക്ഷണത്തിൽ ലാളിത്യം കാട്ടുന്നവരും പ്രകൃതി ഭക്ഷണത്തെ സ്നേഹിക്കുന്നവരും മാത്രമല്ല, ഭക്ഷണപ്രിയരും ഇപ്പോൾ കഞ്ഞിക്കടകളിലേക്ക് തിരിഞ്ഞുതുടങ്ങി. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന് ആവേശോജ്വല സമാപനം. കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിൽ നാട്. കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക പങ്ക്തി സിറ്റി ബാഗ് ദ ഗ്രേറ്റ് ഇന്ത്യൻ വാർ. കുറഞ്ഞ വിലയിൽ കൂടുതൽ സംതൃപ്തി. സിറ്റി ബാഗ് നവീകരിച്ച പയ്യന്നൂർ സിറ്റി ബാഗിൽ സ്കൂൾ ബാഗ്, കോളേജ് ബാഗ്, ബാക്ക് പാക്ക്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, കുടകൾ മുതലായവയും ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്കൂൾ പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് സിറ്റി ബാഗ് നൽകുന്ന സമ്മാനങ്ങളും. സിറ്റി ബാഗിന്റെ നവീകരിച്ച ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. സിറ്റി ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ് നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. കലാശക്കൊട്ട് പഴയങ്ങാടിയിൽ സംഘർഷം. പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. പഴയങ്ങാടി SI ജയകുമാറിന് നിസ്സാര പരിക്കേറ്റു. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് ശക്തമായ പോലീസ് കാവലും ഏർപ്പെടുത്തി. വൈകുന്നേരം 5 മണിയോടെയാണ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിൽ കലാശിച്ചത്. ഏറെ നേരം മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ പരസ്പരം കൊടിവടികൾ തമ്മിൽ എറിയാൻ തുടങ്ങി. ഇതോടെ സംഘർഷം ഉടലെടുക്കുകയായിരുന്നു. സംഘർഷത്തെ തുടർന്ന് പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. പ്രവർത്തകർ തമ്മിൽ ഏറെ നേരം കല്ലേറുമുണ്ടായി. ഇരുപക്ഷത്തെയും നിരവധി പ്രവർത്തകർക്ക് നിസാരമായ പരിക്കേറ്റു. കല്ലേറിൽ പഴയങ്ങാടി SSI ജയകുമാറിനും പരിക്കേറ്റിട്ടുണ്ട്. തളിപ്പറമ്പ് CI M കൃഷ്ണൻ, പഴയങ്ങാടി IPM M മാത്യു, SIമാരായ പ്രജീഷ്, ജയകുമാർ, രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘർഷത്തിന് അയവ് വരുത്തിയത്. 6 മണിയോടെ പ്രചരണ പരിപാടികൾ അവസാനിപ്പിച്ചെങ്കിലും UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്നാരോപിച്ച് പ്രവർത്തകർ പഴയങ്ങാടി മെയിൻ റോഡ് ഉപരോധിച്ചു. ഇത് വീണ്ടും സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. പ്രവർത്തകരെ വിട്ടയച്ചതിനെ തുടർന്ന് റോഡ് ഉപരോധം അവസാനിപ്പിച്ചു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസും കേന്ദ്രസേനയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പ്രചരണ സമാപനം. തൃക്കരിപ്പൂരിൽ കർശന പോലീസ് നിയന്ത്രണത്തിൽ. ചില സന്ദർഭങ്ങളിൽ നിയന്ത്രണം വിട്ടെങ്കിലും പോലീസ് ഇടപെടൽ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമാപന ദിവസമായ ഞായറാഴ്ച സമാപനം അടുത്തതോടെ പ്രചരണ കോലാഹലവും തകൃതിയിലായി. തൃക്കരിപ്പൂർ ചന്ദേര പോലീസും സർവകക്ഷികളും എടുത്ത ധാരണയനുസരിച്ച് ആദ്യം NDAയുടെ റാലിയാണ് പുറപ്പെട്ടത്.
വെള്ളാപ്പ് ജംഗ്ഷനിൽ നിന്നും 4 മണിക്ക് പുറപ്പെട്ട റാലി ടൗൺ ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. ബാൻഡ് വാദ്യം റാലിക്ക് മാറ്റുകൂട്ടി. മോദിയുടെ മുഖംമൂടി ധരിച്ച പ്രവർത്തകർ ഭരണനേട്ടം വിളിച്ചു പറഞ്ഞാണ് റാലിയിൽ അണിനിരുന്നത്. റാലി ടൗൺ ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് 4:30 UDFന്റെ നേതൃത്വത്തിൽ ബിരിച്ചേരി റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്നും ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരുമായി പടുകൂറ്റൻ റാലി പുറപ്പെട്ടു. സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ മുഖപടമണിഞ്ഞ് സിന്ദാബാദ് വിളിച്ച് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയിലാണ് റാലി നീങ്ങിയത്. റാലി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചതോടെ നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അവസാനമായി ഇടതുമുന്നണി റാലി CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ചു. താങ്കയം ജംഗ്ഷൻ ചുറ്റി തിരിച്ച റാലിയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. റാലി വെള്ളാപ്പ് ജംഗ്ഷനിലെത്തി തിരിച്ച് ബസ് സ്റ്റാൻഡിന് പുറത്ത് ക്ലോക്ക് ടവറിന് സമീപം സമാപിച്ചു. റാലിയുടെ വീറും വാശിയും നേരിട്ട് കാണാൻ ഒരു റാലിക്ക് വേണ്ട ആളുകൾ കാണികളായി തന്നെ തടിച്ചുകൂടിയിരുന്നു. ചന്ദേര പോലീസ് സ്റ്റേഷൻ ഓഫീസർ MA സന്തോഷിന്റെ സാന്നിധ്യത്തിലെടുത്ത യോഗ തീരുമാനം ലംഘിക്കപ്പെട്ടത് പ്രചരണ സമാപനം സംഘർഷഭരിതമാക്കി. NDA റാലി CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്തെത്തിയപ്പോൾ ഇരു കക്ഷികളും കൊടിവീശിയത് പോലീസ് ഇടപെട്ട് നിയന്ത്രിക്കുകയായിരുന്നു. NDAയുടെ മടക്കയാത്രയിൽ UDFും എതിരെ വന്നതോടെ വീണ്ടും പോലീസിന് പണിയായി. അതിനിടെ UDF റാലിക്കരികിലൂടെ LDF പ്രവർത്തകർ പതാകയുമായി ബൈക്കിലെത്തിയതും നിയന്ത്രിച്ചെടുക്കാൻ പോലീസ് നന്നേ പാടുപെട്ടു. എണ്ണത്തിൽ കുറവാണെങ്കിലും പോലീസിന്റെ ഇടപെടൽ സംഘർഷാവസ്ഥ ഇല്ലാതാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് വിജയാരവത്തോടെ ഞായറാഴ്ച കൊടിയിറങ്ങി. വൈകിട്ട് 6 മണിയോടെ പരസ്യപ്രചാരണത്തിന് അവസാനമായി. ആയിരക്കണക്കിന് പ്രവർത്തകർ LDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ കൊട്ടിക്കലാശത്തിനായി പയ്യന്നൂരിലെത്തി. ഒന്നര മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരശ്ശീല വീണു. തിങ്കളാഴ്ചത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം 23-ന് ലോക്സഭയിലേക്ക് ആരെയേക്കണമെന്നതിന് വിധിയെഴുതും. പയ്യന്നൂരിനെ അക്ഷരാർത്ഥത്തിൽ ചുവപ്പണിയിക്കുന്നതായിരുന്നു ഞായറാഴ്ച നടന്ന LDFന്റെ കൊട്ടിക്കലാശം. പെരുമ്പയിൽ നിന്നും പയ്യന്നൂർ പഴയ സ്റ്റാൻഡ് പരിസരത്ത് വരെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ബൈക്കുകളിൽ ചെങ്കൊടിയുമേന്തി കലാശക്കൊട്ടിന് മുൻപന്തിയിലുണ്ടായത്. പയ്യന്നൂരും പരിസര പ്രദേശത്തുമുള്ള പ്രവർത്തകർ ഇതിൽ പങ്കെടുത്തു. പെരുമ്പയിൽ നിന്നും വന്ന റാലി പഴയ സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ സതീഷ് ചന്ദ്രനെ കാണുവാനും പ്രചരണത്തിന് കൊഴുപ്പേകുവാനും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തടിച്ചുകൂടി. മുദ്രാവാക്യങ്ങളുടെ അലയടികൾ പ്രവർത്തകരുടെ ഊർജം വർദ്ധിപ്പിച്ചു. സ്ഥാനാർത്ഥിയെ പൊക്കിയെടുത്തും മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ മുഴക്കിയുമാണ് പ്രവർത്തകർ തങ്ങളുടെ ആവേശപ്രകടനം നടത്തിയത്. TV രാജേഷ് MLA, C കൃഷ്ണൻ MLA, TI മധുസൂദനൻ, P കരുണാകരൻ MP തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്ക് ഊർജം പകർന്ന് മുൻനിരയിലുണ്ടായിരുന്നു. എല്ലാ സർവേകൾക്കുമുള്ള മറുപടിയാണ് പയ്യന്നൂരിൽ കൂടിയ ഈ ജനങ്ങളെന്നും രാജധാനി എക്സ്പ്രസിൽ ഉണ്ണിത്താനെ തിരിച്ചയക്കുന്ന വിധി ജനങ്ങൾ സ്വീകരിക്കുമെന്നും കരുണാകരൻ MP പറഞ്ഞു. LDFന് അനുകൂലമായ തരംഗം കാസർഗോഡ് മണ്ഡലത്തിൽ ആഞ്ഞടിക്കുന്നുണ്ടെന്നും AKGയുടെ പാരമ്പര്യം നിലനിർത്തി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശവുമായി പയ്യന്നൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ കൊട്ടിക്കലാശം നടത്തി. നിരവധി പ്രവർത്തകർ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. കോൺഗ്രസിന്റെ കൊടി വാനിലുയർത്തി പ്രചരണ ഗാനങ്ങളോടുകൂടിയാണ് പ്രവർത്തകർ കൊട്ടിക്കലാശത്തിനായി എത്തിയത്. വിവിധ ഘടകകക്ഷികളും ഇതിൽ പങ്കാളികളായി. പെരുമ്പയിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡ് വരെ നടത്തിയ റാലിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ അണിനിരന്നു.
ബാൻഡ് വാദ്യങ്ങളുമായി നേതാക്കൾ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി രാജമോഹൻ ഉണ്ണിത്താന്റെ മുഖംമൂടിയും അണിഞ്ഞാണ് കൊട്ടിക്കലാശത്തിന് എത്തിയത്. സമാപന നഗരിയായ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആയിരക്കണക്കിന് പ്രവർത്തകർ ആവേശകരമായ മുദ്രാവാക്യത്തോടെയാണ് റാലിയെ സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. BJP അനുഭാവികളുടെ വീടുകളിൽ കയറിയുള്ള UDFന്റെ വ്യാജ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. UDFന് വോട്ട് മറിക്കുന്നതിന് BJPയുമായി രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് കള്ളപ്രചരണമാണെന്നും BJP നേതൃത്വം പറഞ്ഞു. കോൺഗ്രസിന് വോട്ട് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമം UDFന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ഉണ്ടാവുകയാണ്. പല വീടുകളിലും കയറി ചെന്ന് അവർ പറയുന്നത് അക്രമരാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ഇവിടെ UDFന് വോട്ട് ചെയ്യണം, NDA സ്ഥാനാർത്ഥിക്ക് പ്രസക്തി ഇല്ല എന്നുള്ള രീതിയിലാണ് കാസർഗോഡ് മണ്ഡലത്തിൽ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് മുക്ത ഭാരതം മുദ്രാവാക്യമാക്കിയ BJPക്ക് UDF വോട്ട് മറിക്കേണ്ട യാതൊരു സാഹചര്യം നിലവിലില്ലെന്നും NDA സ്ഥാനാർത്ഥി രവീശ് തന്ത്രി പ്രചരണ രംഗത്ത് ഏറെ മുന്നിലും വിജയപ്രതീക്ഷയിലുമാണെന്നും UDF നേതാക്കളുടെ പരാജയ ഭീതിയിലാണ് കള്ളപ്രചരണം നടത്തുന്നതെന്നും മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. യോഗത്തിൽ CK രമേശൻ മാസ്റ്റർ, BJP കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂട്ട ജയപ്രകാശ്, MP രവീന്ദ്രൻ, AK രാജഗോപാലൻ, ഗംഗാധരൻ കാളീശ്വരം, MK മുരളി, പ്രണവ് വണ്ണാടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വലിയ രീതിയിലുള്ള LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് റാലിക്ക് ആവേശോജ്വല സമാപനം. കാലിക്കടവിൽ സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. It's always a sort of a political pilgrimage to come to Kasaragod and this area, because this is the area of uncounted, innumerable martyrs who gave their lives for the sake of improvement of the quality of life of the working people and for the independence of our country. The Kayyur martyrs are one of that martyrdom continues to inspire. കോൺഗ്രസിനെയും RSSനെയും നിശിതമായി വിമർശിച്ചുകൊണ്ടായിരുന്നു സീതാറാം യെച്ചൂരിയുടെ പ്രസംഗം. രാജ്യത്തിന് ഇടതുപക്ഷമാണ് ബദലെന്ന് യെച്ചൂരി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ നിന്ന് 20 LDF സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ച് സ്വാധീനം വർദ്ധിപ്പിക്കണം. കോൺഗ്രസ് പ്രസിഡന്റിന്റെ മുത്തശ്ശി ചിക്മംഗ്ലൂരിലും അമ്മ ബെല്ലാരിയിലും മത്സരിച്ചത് BJPക്കെതിരായിരുന്നു. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. നരേന്ദ്രമോദിയെയും ശക്തമായി വിമർശിക്കാനും യെച്ചൂരി തയ്യാറായി. കേരളത്തിന്റെയും മൂല്യവും സംസ്കാരവും സംരക്ഷിക്കുമെന്ന് പറയുന്ന മോദി RSS പിന്തുടരുന്ന മനുഷ്യത്വ വിരുദ്ധ സംസ്കാരം കേരളത്തിൽ ചിലവാക്കേണ്ട, മാനവികതയുടെ രാഷ്ട്രീയമാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്നത്. മഹാഭാരതത്തിലെ കൗരവപക്ഷത്തെ ദുര്യോധനന്റെയും ദുശാസനന്റെയും വേഷത്തിലാണ് മോദിയും അമിത്ഷായും തങ്ങളെ തോൽപ്പിക്കാനാവില്ലെന്ന് വീമ്പിളക്കുന്നതെന്നും യെച്ചൂരി പരിഹസിച്ചു. ഇന്ത്യയിൽ BJPയെ ആശയപരമായും രാഷ്ട്രീയപരമായും നേരിടാൻ ഇടതുപക്ഷം മാത്രമാണുള്ളത്. ഇന്ത്യൻ പാർലമെന്റിലെ പഴയ കോൺഗ്രസുകാരായ 112 പേരെയും കൊണ്ടാണ് മോദി പ്രധാനമന്ത്രിയായത്. ബാലാക്കോട്ട് ഭീകരാക്രമണത്തിലും മറ്റും കാവൽക്കാരനും രക്ഷകനുമായി ചമയുന്ന മോദി ബഹിരാകാശത്ത് തന്നെ നിൽക്കുന്നതാണ് ഉത്തമമെന്നും യെച്ചൂരി പറഞ്ഞു. കാലിക്കടവിൽ സംഘടിപ്പിച്ച റാലി വിവിധ പരിപാടികളുടെ കലാവിരുന്നായി. ബാലസംഘകുട്ടികളുടെ തെരുവുനാടകം, DYFI ക്ലായിക്കോട് വില്ലേജ് കമ്മിറ്റിയുടെ പൂരക്കളി, SFI ഫ്ലാഷ് മോബ്, ശിവഗംഗയുടെ നൃത്തം എന്നിവയുണ്ടായി. ചിത്രകാരൻ അശോകൻ വരച്ച യെച്ചൂരിയുടെ ഛായാചിത്രം ചടങ്ങിൽ കൈമാറി. ചടങ്ങിൽ VV കൃഷ്ണൻ അധ്യക്ഷനായി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ, ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, മന്ത്രി E ചന്ദ്രശേഖരൻ, M രാജഗോപാലൻ MLA, പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി TV രാജേഷ്, K കുഞ്ഞിരാമൻ, TV ഗോവിന്ദൻ, K ബാലകൃഷ്ണൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, E കുഞ്ഞിരാമൻ, K സുധാകരൻ, MV കോമൻ നമ്പ്യാർ, അസീസ് കടപ്പുറം, PV ഗോവിന്ദൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. LDF ചെറുതാഴം വെസ്റ്റ് ലോക്കൽ തെരഞ്ഞെടുപ്പ് പ്രചരണ സമാപനം പിലാത്രയിൽ നടന്നു. ചടങ്ങിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണവും നൽകി.
സതീഷ് ചന്ദ്രനെ തുറന്ന വാഹനത്തിൽ ആനയിച്ചാണ് റാലി നടന്നത്. സ്ഥാനാർത്ഥി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് പിലാത്ര കേന്ദ്രീകരിച്ച് പ്രകടനവും നടന്നു. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് പിലാത്രയിൽ പൊതുയോഗം നടന്നു. AV രവീന്ദ്രൻ, K കുഞ്ഞിക്കണ്ണൻ, MV രാജീവൻ, MV സന്തോഷ്, M അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം DYFI പാപ്പിനിശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി നടത്തി. ചെറുകുന്ന് തറയിൽ CPIM ഏരിയ സെക്രട്ടറി T ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രചരണം അവസാനഘട്ടത്തിലേക്ക്. UDF കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഓണക്കുന്നിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഓണക്കുന്നിൽ നടന്ന പ്രചരണ യോഗം AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ സംവിധാനം നിലനിൽക്കണം, അതിന് വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ ഭീഷണിയുടെ സാഹചര്യമാണ് ഈ 17ാം ലോകസഭ. 5 വർഷക്കാലം മോഡി ഭരിച്ചപ്പോ ഇന്ത്യയിൽ കണക്കിലധികം വർഗീയ ലഹളകൾ ഉണ്ടാകും. പശുവിന്റെ പേരിൽ ആളെ കൊല്ലുന്നു. എത്ര ആളുകളെയാ കൊന്ന്? ചെരുപ്പ് കുത്തി ജീവിക്കുന്ന പാവപ്പെട്ട ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പ്രശാന്ത് കോറോം, KV ദാമോദരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ റോഡ് ഷോയ്ക്ക് കരിവള്ളൂർ ബസാറിൽ ഉജ്ജ്വല സ്വീകരണം. നിരവധി പ്രവർത്തകരാണ് റോഡ് ഷോയിൽ അണിനിരുന്നത്. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ റോഡ് ഷോയ്ക്ക് കരിവള്ളൂർ ബസാറിൽ മികച്ച സ്വീകരണമാണ് ലഭിച്ചത്. LDF പ്രവർത്തകർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. MV അപ്പുക്കുട്ടൻ, P രമേശൻ തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. അവകാശമാണ് വോട്ട്. പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ പൂക്കാസ സംഘടിപ്പിച്ച TV ചാനൽ ചർച്ച കൗതുകമായി. ഒറിജിനലാണെന്ന് കരുതി കാണികൾ കൂടി ഇടപെട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയതോടെ സംഘാടകർക്കും ആവേശമായി. ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവം, പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോരാട്ടത്തിൽ TV നാട്ടുവോട്ട് എന്ന പ്രോഗ്രാമിലൂടെ ശനിയാഴ്ച വൈകിട്ട് പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ അരങ്ങേറിയ നാട്ടുവോട്ട് ചാനൽ ചർച്ചയാണ് സംഘാടകരെ അമ്പരപ്പിച്ചും ജനങ്ങളിൽ കൗതുകമുണർത്തിയും വേറിട്ട അനുഭവമായി മാറിയത്. 3 രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ക്യാമറയും അവതാരകനുമൊക്കെയായി ചാനൽ ചർച്ച സജീവമായതോടെ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിന് സമീപമുണ്ടായിരുന്നവരൊക്കെ ചാനൽ ചർച്ച കാണാനെത്തി. വന്നവർ മിക്കവരും ധരിച്ചത് ഇത് ഒറിജിനൽ ചർച്ച തന്നെയാണെന്നാണ്. പലരും ചോദ്യം ചോദിക്കാൻ മൈക്ക് ആവശ്യപ്പെട്ടതും സംഘാടകരെ അമ്പരപ്പിച്ചുവെന്ന് തന്നെ പറയാം. അവതാരകനും ഇടപെട്ട് സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് 1 മണിക്കൂർ ദൈർഘ്യമുള്ള നാട്ടുവോട്ട് ചാനൽ ചർച്ചാ പരിപാടി ഒരുക്കിയത്. പുരോഗമന കലാസാഹിത്യ സംഘം പെരിങ്ങോം മേഖലാ കമ്മിറ്റിയാണ് പരിപാടി ഒരുക്കിയത്. സിനിമാ നാടകരംഗത്തെ പ്രവർത്തകരായ ശിവകുമാർ കാങ്കോൽ, പോക്കാട് നാരായണൻ, P ഗോപിനാഥൻ, എരമം വിജയൻ, C ദിവാകരൻ, CP രമേശൻ, സുധാകരൻ ധർമ്മൽ എന്നിവരാണ് അഭിനയിച്ചവർ. പരിപാടി വിജയം കണ്ട സന്തോഷത്തിലാണ് സംഘാടകർ. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി T ബാബു, പഴയങ്ങാടി. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം DYFI പാപ്പിനിശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി നടത്തി. ചെറുകുന്ന് തറയിൽ CPIM ഏരിയ സെക്രട്ടറി T ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പരസ്യപ്രചരണം അവസാനിച്ചപ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് കാസർഗോഡ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. പ്രചരണത്തിന്റെ 43 ദിവസങ്ങൾ പിന്നിടുമ്പോൾ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലുമെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് ഒന്നിൽ കൂടുതൽ തവണ വോട്ട് അഭ്യർത്ഥിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. തുടക്കം മുതലേ നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു LDF. പരസ്യപ്രചരണം പൂർത്തിയാകുമ്പോൾ ആത്മവിശ്വാസം ഏറെ വർദ്ധിച്ചു. നല്ല രീതിയിലുള്ള പ്രതികരണമാണ് മണ്ഡലത്തിലെ ജനങ്ങളിൽ നിന്നും ലഭിച്ചതെന്നും ചരിത്ര ഭൂരിപക്ഷത്തിൽ ഇക്കുറി LDF കാസർഗോഡ് മണ്ഡലത്തിൽ വിജയിക്കുമെന്നും KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. പ്രചരണത്തിന്റെ 43 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. തുടക്കത്തിലെ LDFിനുണ്ടായ ജനപിന്തുണയും മുൻകൈയും ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരുന്ന അനുഭവമാണുള്ളത്. കലാശക്കൊട്ട് നടക്കുന്ന ഈ ദിവസത്തിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്.
റിക്കാർഡ് ഭൂരിപക്ഷത്തോടെ കാസർഗോഡ് മണ്ഡലത്തിൽ LDF വിജയിക്കുകയും ചെയ്യും. സമാപന ദിവസം നൂറുകണക്കിന് ബൈക്കുകളുടെയും മറ്റു വാഹനങ്ങളുടെയും അകമ്പടിയോടെ മാട്ടൂൽ, പഴയങ്ങാടി, പിലാത്തറ മേഖലകളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. ഏറെ ആവേശത്തിലായിരുന്നു അണികളും. LDF കാസർഗോഡ് മണ്ഡലം സെക്രട്ടറി TV രാജേഷ് MLA, OV നാരായണൻ, PP ദാമോദരൻ, താവം ബാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. LDF പെരളം നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ പ്രചരണ പരിപാടി സംഘടിപ്പിച്ചു. മാവേലിയുടെ വേഷം കെട്ടിയാണ് വോട്ടഭ്യർത്ഥിച്ചത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനു വേണ്ടി മാവേലിയുടെ വേഷം ധരിച്ച് വോട്ടഭ്യർത്ഥന. LDF പെരളം നോർത്ത് ലോക്കൽ കമ്മിറ്റിയാണ് സതീഷ് ചന്ദ്രനെ വിജയിപ്പിക്കുന്നതിനായി മാവേലിയുടെ വേഷത്തിൽ എത്തിയത്. സതീഷ് ചന്ദ്രനെ വിജയിപ്പിച്ചാൽ മാവേലിയുടെ കാലം വരുമെന്നാണ് ഇവരുടെ വാഗ്ദാനം. ഇക്കൊല്ലം നേരത്തെ എത്തിയ മാവേലി വിവിധയിടങ്ങളിൽ സതീഷ് ചന്ദ്രനു വേണ്ടി വോട്ടഭ്യർത്ഥന നടത്തി. K മധു, KV രാധാമണി, രതീഷ് കൂളിയാടൻ എന്നിവർ നേതൃത്വം നൽകി. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രചരണാർത്ഥം ബൈക്ക് റാലി സംഘടിപ്പിച്ചു. എരമം കുറ്റൂർ മണ്ഡലം കമ്മിറ്റിയാണ് റാലി സംഘടിപ്പിച്ചത്. കാര്യപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പെരുമ്പടവിൽ സമാപിച്ചു. ബൈക്ക് റാലിക്ക് സജു ആന്റണി, NV മധുസൂദനൻ, NV രാധാകൃഷ്ണൻ, ശ്രീധരൻ ആലന്തട തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ പ്രചരണാർത്ഥം ബൈക്ക് റാലി സംഘടിപ്പിച്ചു. എരമം മാതമംഗലം മേഖലാ കമ്മിറ്റിയാണ് റാലി സംഘടിപ്പിച്ചത്. മാതമംഗലം ബസാറിൽ നിന്ന് ആരംഭിച്ച റാലി വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനത്തിന് ശേഷം മാതമംഗലത്ത് സമാപിച്ചു. ബൈക്ക് റാലിക്ക് PK അനൂപ്, PV ഷൈജു, MV അരുൺ, ബിബീഷ് TV, NV സുരേഷ്, സനിൽകുമാർ, KP മധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബൈക്ക് റാലിയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കുറഞ്ഞ വിലയിൽ കൂടുതൽ സംതൃപ്തി. സിറ്റി ബാഗ് നവീകരിച്ച പയ്യന്നൂർ സിറ്റി ബാഗിൽ സ്കൂൾ ബാഗ്, കോളേജ് ബാഗ്, ബാക്ക് പാക്ക്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, കുടകൾ മുതലായവയും ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്കൂൾ പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് സിറ്റി ബാഗ് നൽകുന്ന സമ്മാനങ്ങളും. സിറ്റി ബാഗിന്റെ നവീകരിച്ച ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. സിറ്റി ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ്, നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. ഇനി മറ്റു വാർത്തകളിലേക്ക്. പെരളം രക്തസാക്ഷി ദിനം ആചരിച്ചു. പുത്തൂരിൽ നടന്ന അനുസ്മരണ സമ്മേളനം TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ജന്മി നാടുവാഴിത്തത്തിനെതിരെ പോരാടി വീരമൃത്യു വരിച്ച പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ 71ാം രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണത്തിന് ആയിരങ്ങൾ സാക്ഷിയായി. രാവിലെ പുത്തൂർ LP സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പൊതുജന പ്രകടനത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. പ്രകടനം വ്യത്യസ്തത കൊണ്ടും ശ്രദ്ധേയമായി. പുന്നക്കോടൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പുത്തൂരിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രകടനം സമാപിച്ചു. തുടർന്ന് CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KP മധു പതാക ഉയർത്തി. K രമേശൻ ആവേശം ചോരാതെ രക്തസാക്ഷിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് മുദ്രാവാക്യങ്ങൾ ഉറക്കെച്ചൊല്ലി. ഏറ്റവും വലിയ കരുത്ത് അരിവാളും ചുറ്റിനെയും ആലേഖനം ചെയ്തിട്ടുള്ള ഈ ചെങ്കൊടിയാണ് എന്ന് തലയുയർത്തിപ്പിടിച്ച് പറഞ്ഞിട്ടുള്ളവരാണ് രക്തസാക്ഷികൾ. തന്നെക്കുറിച്ചിട്ട് ആലോചിക്കാനല്ല അവർ സമയം കണ്ടെത്തിയത്. അതിലേറ്റവും ഉത്തമമായിട്ടുള്ള ദൃഷ്ടാന്തമാണ് പുന്നക്കോടൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള അനുഭവങ്ങൾ. ചിലപ്പോൾ ജീവിതത്തിൽ ഏറ്റവും അപൂർവമായ, ഏറ്റവും സന്തോഷകരമായ ഒരു സന്ദർഭത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കുടുംബത്തെ ഒന്ന് കണ്ടുപോകാനുള്ള അനുമതിയും
വാങ്ങി ആഗ്രഹം സബലീകരിച്ച് ടി ഗോപാലൻ സ്വാഗതം പറഞ്ഞു. എം രാഘവൻ അധ്യക്ഷനായി. കുഞ്ഞമ്പുവിന്റെ മകൻ കെ പി ഭാസ്കരൻ വിപ്ലവഗാനം ആലപിച്ചു. അരിവാളിൻ ചുണ്ടിലെ ചിരിച്ചുവയ്ക്കും, അരിവാളിൻ ചുണ്ടിലെ ചിരിച്ചുവയ്ക്കും. സി കൃഷ്ണൻ MLA, കെ നാരായണൻ, വി നാരായണൻ, കെ വി ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വേനൽ കനത്തതോടെ കഞ്ഞിക്കടകൾ സജീവമായി. ഭക്ഷണത്തിൽ ലാളിത്യം കാട്ടുന്നവരും പ്രകൃതി ഭക്ഷണത്തെ സ്നേഹിക്കുന്നവരും മാത്രമല്ല, ഭക്ഷണപ്രിയരും ഇപ്പോൾ കഞ്ഞിക്കടകളിലേക്ക് തിരിഞ്ഞു തുടങ്ങി. ഒരു കാലത്ത് നഗരത്തിൽ ഒരിടത്തും കഞ്ഞി കിട്ടാനില്ലായിരുന്നു. ആശുപത്രിക്ക് സമീപങ്ങളിലെ ഹോട്ടലുകളിൽ ചോറിൽ ചൂടുവെള്ളമൊഴിച്ച് കഞ്ഞി പരുവമാക്കി കൊടുക്കുമായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ കഞ്ഞിപ്രിയന്മാരുടെ എണ്ണം കൂടിയതോടെ മിക്ക കടകളിലും ഉച്ചക്ക് 3:30 വരെ കഞ്ഞി കുടിക്കാനെത്തുന്നവരുടെ തിരക്ക് തന്നെയാണ് കാണുന്നത്. പാത്രത്തിൽ വിളമ്പുന്ന കഞ്ഞിയോടൊപ്പം വൈവിധ്യമാർന്ന തൊടുകറികളും നൽകുന്നുമുണ്ട്. കറികൾ ദിവസേന മാറ്റുന്നതും പതിവാണ്. മാങ്ങ അച്ചാർ, തേങ്ങാ ചമ്മന്തി, ഉണക്ക്, കൂട്ടുകറി എന്നിവയും കിട്ടുന്നുണ്ട്. ചൂടുകാലത്ത് കഴിക്കുന്ന ചൂടുകഞ്ഞി ശരീരത്തെ നന്നായി വിയർപ്പിക്കുകയും ദാഹവും വിശപ്പും ഒരുപോലെ ശമിപ്പിക്കുമെന്നാണ് കഞ്ഞി കുടിക്കുന്നവർ പറയുന്നത്. മറ്റു ഭക്ഷണ പദാർത്ഥവുമായി തട്ടിച്ചു നോക്കിയാൽ കഞ്ഞിക്ക് വിലയും കുറവാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ പലയിടങ്ങളിലും കൂട്ടിയിട്ട മൺകൂനകൾ അപകടങ്ങൾ വരുത്തിവെക്കുന്നു. പാപ്പിനിശ്ശേരി പുതിയകാവിന് സമീപവും കരിക്കൻകുളം കണ്ണപുരം പാലം എന്നിവിടങ്ങളിലുമാണ് പലവിധ ആവശ്യങ്ങൾക്കായി റോഡിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പൈപ്പ് പണി, ഓവുചാൽ നിർമ്മാണം, കണ്ണപുരം പാലത്തിന് സമീപം റോഡ് വീതി കൂട്ടി റോഡരികിൽ കെട്ടുന്നതിനുള്ള സാമഗ്രികൾ എന്നിവയിൽ തട്ടിയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇവയിലൊന്നും തന്നെ രാത്രികാലങ്ങളിൽ കാണാൻ തക്ക സൂചനകളൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസം പാപ്പിനിശ്ശേരി പുതിയകാവിന് സമീപം മൺകുനയിൽ തട്ടിയ കാർ നിയന്ത്രണം വിട്ട് മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റിരുന്നു. ദിവസങ്ങൾക്ക് മുൻപേ കൂട്ടിയിട്ട മൺകൂനകൾ പണി പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് റോഡിൽ നിന്നും നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആക്സിഡന്റ് പറ്റിയെന്നല്ല, അവർ കാറിനടിച്ചൊരു വലിയ ആക്സിഡന്റ് പറ്റുന്ന എന്ത് ഭാഗത്തിന് രക്ഷപ്പെട്ടതാണ്. ഇത് കുഴിച്ചിട്ട് ഇത് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. അത് മാത്രമല്ല, ഒരു സിഗ്നലിൻ്റെ രാത്രി ഇപ്പം ഞാനെല്ലാം സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് നമുക്കറിയാം ഇവിടെ ഉണ്ട്. ദൂരത്തിൻ്റെ വാഹനം എന്ന് പറഞ്ഞാൽ എന്താ, അത് മാത്രമല്ല റോഡും കളച്ച് ഇതെപ്പോൾ ഇത് മൂടുക, ഒരിക്കലും മൂടില്ല. ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നിക്കലും എന്തെങ്കിലും ഒരു സിഗ്നലോ എന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ രാത്രി കാലങ്ങൾക്ക് വാഹനം വരും. ഇപ്പോൾ ഈ റോഡ് ഓപ്പൺ ആയതുകൊണ്ട് വാഹനം തേച്ച് ഇതിലേ വരുന്നു. ഇന്നലെ രാത്രി കണ്ടു വലിയൊരു ആക്സിഡന്റ് നടന്നു. ഇതിന് ആരും നന്നാക്കുക, അത് ആരോട് പറയാം. കുടിവെള്ളം ഇല്ലാത്ത ആൾ മരിക്കുന്നു, എന്നാലും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇവിടുന്ന് പോകുന്നത്. ആരും ചോദിക്കാനില്ല. അവരോട് പറയുമ്പോൾ പറയും നമ്മൾ അങ്ങനെ നന്നാക്കി തരുന്നുണ്ട്. ഈ അങ്ങനെ നന്നാക്കി വരുമ്പോൾ ഇവിടെ മഴ പെയ്യും. അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ന്യൂസ് ബ്യൂറോ, പഴയ. ICC എഡ്യൂക്കേറ്റ് സിറ്റിയുടെ സഹകരണത്തോടെ തൃക്കരിപ്പൂർ കെയർ ഹാളിൽ SSLC വിദ്യാർത്ഥികൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സംഘടിപ്പിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മങ്ങാട് ഉദ്ഘാടനവും കെയർ ബ്രോഷർ പ്രകാശനവും നിർവഹിച്ചു. അവരിൽ 2 പേർക്കും അൽഹംദുലില്ലാഹ് പക്ഷേ അവരാരും നമ്മളെ നാട്ടുകാരാണ്. എന്നെ വേദനിപ്പിച്ചൊരു കാര്യം, ഒരാൾ കൊല്ലക്കാരൻ, ഒരാൾ തിരുവനന്തപുരക്കാരൻ. നമ്മുടെ നാട്ടിൽ നല്ല കുഴപ്പം. കാസർഗോഡ് ജില്ലയിൽ ആ ദുഃഖം തീർന്നു അന്നേരം 2 ചെറുപ്പക്കാരൻ, അവർ വളരെ ഉന്നതമായ റാങ്കിൽ വാങ്ങി. ആ പെൺകുട്ടി 49ാമത്തെ റാങ്കും ആൺകുട്ടി 210ാമത്തെ റാങ്കും. 2 പേർക്കും IAS. പക്ഷേ പെൺകുട്ടി IFS പോകാനാണ് ആഗ്രഹിക്കുന്നത്. ICC പ്രസിഡന്റ് MTP മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി. ബുദ്ധി കൊണ്ട് മനുഷ്യനെ പരാജയപ്പെടുത്തുന്നതിന് പകരം ബുദ്ധിയും മനസാക്ഷിയും തമ്മിലുള്ള പോരാട്ടത്തിൽ മനസാക്ഷിയുടെ ഭാഗത്ത് നിലയുറപ്പിച്ച് ചുറ്റുപാടുകളെ കരുണയോടെയും കരുതലോടെയും സമീപിക്കാൻ കഴിയുന്നതായിരിക്കണം ഏത് മേഖലയിലായാലും വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും പരമമായ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പങ്കെടുത്ത 25 വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഒരാഴ്ചയ്ക്ക് ശേഷം നടത്തുന്ന കൗൺസിലിംഗിന് ശേഷം റിസൾട്ട് പ്രസിദ്ധീകരിക്കും. PP ലത്തീഫ്, VC ഇക്ബാൽ മാസ്റ്റർ, AV അഷ്റഫ്, AP സബീന, അലി ബത്തേരി, UP ദാവൂദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പിലാത്തറ വ്യാകുലമാത ഫൊറോന ദേവാലയ തിരുനാളുത്സവം 22 മുതൽ മെയ് 2 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പിലാത്തറ വ്യാകുലമാതാ ദേവാലയ തിരുനാളിന് തിങ്കളാഴ്ച വൈകിട്ട് 5-ന് ഇടവക വികാരി ഡോക്ടർ ജോയ് പൈനാടത്ത് കൊടിയേറ്റും. തുടർന്ന് ഫാദർ
സന്തോഷ് വില്യം, ഫാദർ ഷിറോൻ ആന്റണി, ഫാദർ ജോളി അൽഫോൺസ് എന്നിവരുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, നൊവേന എന്നിവ നടക്കും. 23 വൈകിട്ട് 5:30 ഫാദർ ലിനോ പുത്തൻ വീട്ടിലിന്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ മാർട്ടിൻ മാത്യു വചന സന്ദേശം നൽകും. 24 ഫാദർ ജസ്റ്റിൻ എടത്തിൽ, 25 ഫാദർ ആരിഷ് സ്റ്റീഫൻ, 26 ഫാദർ വിപിൻ വില്യം, 27 ഫാദർ ഷാജു ആന്റണി എന്നിവർ നേതൃത്വം നൽകും. ഫാദർ രാജു ക്രിസ്തുദാസ്, ഫാദർ ജോർജ് ജെറി, ഫാദർ ഷിജോ എബ്രഹാം, ഫാദർ ഷോബി ജോർജ് എന്നിവർ വചന സന്ദേശം നൽകും. 28 രാവിലെ 9 സാഘോഷമായ ദിവ്യബലിയും പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും നടക്കും. 30 4:30 ദിവ്യബലിക്കും പ്രദക്ഷിണത്തിനും ഫാദർ ജോൺസൺ കാർമ്മികനാകും. മെയ് 1 തിരുനാൾ ദിനത്തിൽ രാവിലെ മോൺസിഞ്ഞോർ തോമസ് പനക്കലിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടക്കും. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം, സ്നേഹവിരുന്ന്, രാത്രി 8 നിർഭയ നാടകം എന്നിവ നടക്കും. 2 വൈകിട്ട് ഫാദർ ഷൈജു പീച്ചറിന്റെ ദിവ്യബലിയോടെ സമാപിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി മാധ്യമ സമ്മേളനത്തിൽ ഡോക്ടർ ജോയ് പൈനാടത്ത്, ആഷ്ലിൻ ആന്റണി, KG വർഗീസ്, സ്റ്റാൻലി പാട്രിക്, ക്രിസ്റ്റി ദേവസി, ഫെലിക് ജോർജ്, ടോമി വിൻസെന്റ്, ഐസക് പിലാത്തറ എന്നിവർ അറിയിച്ചു. അടിയന്തരാവസ്ഥക്കാലത്തെ പീഡിതരും ജയിൽവാസം അനുഭവിച്ചവരും അതാത് വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകണമെന്ന് എമർജൻസി ഫൈറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PV കുഞ്ഞപ്പൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന് ആവേശോജ്വല സമാപനം. കലാശക്കൊട്ടിനിടെ പഴയങ്ങാടിയിൽ സംഘർഷം. പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. BJP അനുഭാവികളുടെ വീടുകളിൽ കയറിയുള്ള UDFന്റെ വ്യാജ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. UDFന് വോട്ട് മരിക്കുന്നതിന് BJPയുമായി രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് UDFുകാരുടെ കള്ളപ്രചരണമാണെന്ന് BJP നേതൃത്വം. രാജ്മോഹൻ ഉണ്ണിത്താനെ രാജധാനി എക്സ്പ്രസിൽ തിരിച്ചയക്കുന്ന വിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് P കരുണാകരൻ നൽകി. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ പലയിടങ്ങളിലും കൂട്ടിയിട്ട മൺകൂനകൾ അപകടങ്ങൾ വരുത്തിവെക്കുന്നു. അപകടങ്ങൾ പെരുകുമ്പോഴാണ് അധികൃതരുടെ ഈ നിസ്സംഗത. വേനൽ കനത്തതോടെ കഞ്ഞിക്കടകൾ സജീവമായി. ഭക്ഷണത്തിൽ ലാളിത്യം കാട്ടുന്നവരും പ്രകൃതി ഭക്ഷണത്തെ സ്നേഹിക്കുന്നവരും മാത്രമല്ല, ഭക്ഷണപ്രിയരും ഇപ്പോൾ കഞ്ഞിക്കടകളിലേക്ക് തിരിഞ്ഞുതുടങ്ങി. നെറ്റ്വർക്ക് വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.